പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പ്രാവും കൂടെയൊക്കെ നമ്മുടെ മേലുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ പ്രാവുകളൊന്നും അധികം ഇല്ല. പണ്ട് നമുക്ക് കുറേ പ്രാവുകളുണ്ടായി ഗൈസ്. അപ്പോൾ അതിനേക്കാ മരപ്പട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഗൈസ്. അത് അവിടുത്തെ ഒരു ഗൈസ് കാണിച്ചു തരാം. അവിടെ നിന്ന് ആമേനെ റിലീസ് ചെയ്ത വീഡിയോ ഉണ്ടറിയാം. ആമേനെ ഇട്ടുകൊണ്ടെന്ന് വെച്ചാൽ ടാങ്കാണ് ഗൈസ്. ഫുള്ള് ആൽഗ പിടിച്ചിടക്കണതാണ് ഗൈസ്. അപ്പോൾ ഈ ടാങ്കിലേക്ക് മീൻ കാണിച്ചു തരണം എന്തായാലും. അപ്പോൾ ഏത് മീനാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ്ങിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ടെറസിൻ്റെ മുകളിൽ നമ്മൾ മെയിനായിട്ടുള്ള മുന്തിരി നട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മുന്തിരി മഴക്കാലം കൊണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. മുന്തിരി ഉണ്ടോ ഗൈസ്? ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. നമുക്ക് പൊതുവെ പഴുത്ത മുന്തിരി ഒന്നും കിട്ടാറില്ല, കാരണം എല്ലാം കിളികൾ കൊത്തിക്കൊണ്ടുപോകും ഗൈസ്. നമ്മ അതിന് മുമ്പ് കിളികൾ വരും, അങ്ങനെ നമുക്കൊന്നും കിട്ടാറില്ല ഗൈസ്. കണ്ടോ ഗൈസ്? കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ദേശീൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കണ്ടോ കുറേ മുന്തിരികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പഴുത്ത് ചുരുങ്ങിപ്പോയി ഗൈസ്. ഇതൊക്കെ പഴുത്ത നല്ല മുന്തിരിയാണ് ഗൈസ്. കണ്ടോ? ഇതൊക്കെ പഴുത്ത മുന്തിരിയാണ്. നമ്മളിപ്പോൾ ഡക്ക് പറിക്കാറുണ്ട് ഗൈസ്. ഇപ്പോൾ പിന്നെ പറിക്കാറില്ല, കാരണം നമുക്ക് കിട്ടുന്നതിന് മുമ്പ് കിളികൾ കൊണ്ടുപോകും. അതാണ് പ്രശ്നം ഗൈസ്. പിന്നെ ഇതായിരുന്നു എൻ്റെ പ്രാവും കൂടി ഗൈസ്. ഇതായിരുന്നു എൻ്റെ പ്രാവും കൂടി. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം തന്നെ ഞാൻ പ്രാവിനെ വളർത്തണമെന്ന് ആഗ്രഹിച്ച് സമയത്ത് ഈ കൂടൊന്നും ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ അമ്മ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഉണ്ടാക്കിയൊരു കൂടാണിത്. ഈ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ ടാങ്കില്ലേ ഗൈസ്, അതിൻ്റെ സ്റ്റാൻഡുണ്ട്. അപ്പോൾ അവിടെ അമ്മ വല വെച്ച് ചുറ്റിനും കെട്ടിയിട്ടാണ് ഒരു കൂട് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കൂട് ആണ് ആദ്യം പ്രാവുകൾ ഉണ്ടായത്. പിന്നെ ഈ കൂട് കാണിച്ചാൽ പിന്നെ അമ്മ ഈ കൂട്ടിലേക്ക് പ്രാവുകളെ ഇടാറില്ല. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഇത് കണ്ടോ ഗൈസ്, ഈ പൊളിച്ചിറക്കണം. അത് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു തക്കാളിപ്പെട്ടിയായിരുന്നു. അവിടെയാണെങ്കിൽ ഒരു ജോഡി നാടൻ പ്രാവുകൾ വന്നിട്ടുണ്ടായി. എന്നിട്ട് അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ അവരിറങ്ങിപ്പോയതിന് ശേഷം ഇതിൻ്റെ തേനീച്ചകൾ കൂട് കൂട്ടി. അങ്ങനെ തേനീച്ചകളൊക്കെ കൂട് കൂട്ടി കഴിഞ്ഞപ്പോൾ അമ്മ കൂട് പൊളിച്ചറിഞ്ഞു ഗൈസ്. പിന്നെ ഇപ്പോൾ അമ്മ പ്രാവ് വളർത്തൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉള്ള എല്ലാ പ്രാവുകളും ചത്തുപോയി. മരപ്പട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഗൈസ്, അത് പിടിച്ചെല്ലാം ചത്തുപോയി. ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് പ്രാവുകളുണ്ട്. ബാക്കി നമ്മളെ ഏറ്റവും ആദ്യം കാണിച്ചൊരു പ്രാവുണ്ട് ഗൈസ്. അപ്പോൾ ആ പ്രാവിൻ്റെ കുഞ്ഞും അതും മാത്രമേ ഉള്ളൂ ഗൈസ്. ബാക്കി എല്ലാത്തിനെയും മരപ്പട്ടി പിടിച്ചു പോയി. അങ്ങനെ സംഭവം. പിന്നെ ഗൈസ് നമ്മളെ കൂടൊക്കെ കുറേ വർഷങ്ങളായി എടുത്തിട്ട് പൊടി പിടിച്ചിറക്കണേന്. അകത്തൊക്കെ നിറച്ചഴുക്കായിരുന്നു. ഞാൻ എൻ്റെ മാറ്റൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്യണം ഗൈസ്. കൂട് മൊത്തത്തിൽ ഫുള്ള് അഴുക്കാണ്. ഉള്ളിലൊക്കെ കഴുകി സെറ്റ് ചെയ്യണം. നമ്മളെ പണ്ടത്തെ കൂടായിരുന്നു ഗൈസ് ഇത് രണ്ടും. പിന്നെ ഈ കൂട് കണ്ടോ ഗൈസ്? ഈ കൂട് നമ്മൾ ഫുള്ള് വലയൊക്കെ കെട്ടി പണ്ടത്തെ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇതിലും പ്രാവുകൾ ഇടും ഗൈസ്. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ കൂട് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ ഈ കൂട്ടിൽ നമ്മൾ പ്രാവിനെ വളർത്തുന്ന സമയത്ത് ഏകദേശം ഒരു 3 മാസം കണ്ടാണ് ഗൈസ് ഈ കൂട്ടിൽ ഈ പ്രാവുകളെ വളർത്തിയത്. അതിനപ്പോഴത്തേക്ക് നമ്മൾ പുതിയ കൂട് പണിത് സെറ്റ് ചെയ്ത്. പിന്നെ അപ്പം അതുവരെയും ഒരു പ്രശ്നം ഉണ്ടായില്ല ഗൈസ്. നമ്മളെ പ്രാവുകളെയൊന്നും മിസ്സായില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മളെ പ്രാവുകളൊക്കെ മിസ്സാവാൻ തുടങ്ങിയത്. അപ്പോൾ മിസ്സാവാൻ ഈ കൂട്ടിൽ ഇട്ടപ്പോൾ സമയത്താണെങ്കിൽ ഒരു പ്രാവിനെ പോലും പിടിച്ചിട്ടില്ല. നമ്മൾ ആ കൂട്ടിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരപ്പട്ടി എന്ന് പറഞ്ഞ സാധനം ഈ പ്രാവുകളെ കണ്ടത്. അപ്പം തൊട്ട് ഇനി ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പിടിക്കാൻ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ് കണ്ടോ, നെറ്റിൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ പിടിച്ചിരിക്കും ഗൈസ്. അപ്പോൾ പിടിച്ചിരിക്കുമ്പോൾ ആ മരപ്പട്ടിയുടെ കണ്ണ് ഇറങ്ങുമ്പോൾ പ്രാവ് തല ഇതിൽ കൂടി ഇടും. അപ്പോൾ തല മാത്രമാണ് ഗൈസ് കടിച്ചു കൊണ്ട് പോകണം. ബോഡി അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് കണ്ടോ, ഈ ഷീറ്റ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുവിധം പ്രാവുകളൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. രക്ഷപ്പെട്ടതിന് ശേഷം ബാക്കിയൊരു 8 പ്രാവ് ഉണ്ടായി ഗൈസ്. നമുക്ക് മൊത്തം ഉണ്ടായിരുന്നത് 16 പ്രാവാണ്. അതിലിപ്പോൾ ബാക്കി 8 പ്രാവ് ഉണ്ടായി. 8 പ്രാവ് ഉണ്ടായതിന് ശേഷം പിന്നെ അമ്മ കൂട്ടിലേക്കൊന്നും ഇട്ടില്ല. ഈ കൂട്ടിലേക്ക് ഇട്ടില്ല ഗൈസ്. പിന്നെ മരപ്പട്ടി പിടിക്കും, അങ്ങനെ അത് ഇട്ടില്ല.
അതിന് ശേഷം നമ്മൾ പ്രാവുകൾ ഓപ്പണായിട്ട് അയച്ചുവിടാൻ തുടങ്ങി. ഫുൾ ടൈം അയച്ചുവിടും. എന്നിട്ട് രാത്രി അതുങ്ങൾ ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഫ്ലാറ്റിലാണെങ്കിൽ കുറേ അമ്പലപ്രാവുകളുണ്ട്. അവളിലപ്പം കയറിയിരിക്കാനാണ് പതിവ്. നമ്മൾ ഈ കൂട് പൂട്ടിയിടും, ലോക്ക് ചെയ്തിടും കയറാണ്ടിരിക്കാൻ. അങ്ങനെയൊക്കെ ഇരുന്ന് സംഭവം. അത് എല്ലാ ദിവസവും രാവിലെ വരും ഗൈസ്. നാടൻ പ്രാവുകളും വരും, നമ്മുടെ പ്രാവുകളും വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗോതമ്പിട്ട് കൊടുക്കണമായിരുന്നു നമ്മുടെ പ്രാവുകൾക്ക്. അപ്പോൾ ഈ പൂച്ച ഉണ്ട് ഗൈസ്. പൂച്ച നമ്മളെ പ്രാവ് ഫുഡ് കഴിച്ചുകൊണ്ട് വന്നപ്പോൾ പൂച്ച പ്രാവുകളെ പിടിച്ച്. അങ്ങനെ പ്രാവുകളെ പിടിച്ച്. പിന്നെ അതുപോലെ പ്രാവുകൾക്ക് കണ്ണീക്കേട് അങ്ങനത്തെ കുറേ അസുഖങ്ങൾ വന്ന് പ്രാവുകൾ ചത്തുപോയി. അങ്ങനെ പൂച്ച പിടിച്ച് അസുഖങ്ങൾ വന്ന്. പിന്നെ മരപ്പട്ടി പിടിച്ച്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പ്രാവുകളത്തത് മൊത്തത്തിൽ ഫ്ലോപ്പായി പോയായിരുന്നു. പിന്നെ ആ ഫ്ലോപ്പായി പോയെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നിർത്തി, വേണ്ടാന്ന് വെച്ച് നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ പിന്നെയും തുടങ്ങാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഏറ്റവും ആദ്യം മേടിച്ച പ്രാവിനെ കാണിച്ചു തരാം ഗൈസ്. ആ ഒരു പ്രാവാണ് ഗൈസ് നമ്മൾ ഇത്രയും പ്രാവുകൾ ഇതാക്കാൻ സഹായിച്ചത്. ആ പ്രാവിനെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഉണ്ടായ ബ്രീഡ് ഫാൻറ്റയിൽ ഉണ്ടായി, മുഗി ഉണ്ടായി, ബർപ്പനുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ മുദീന ഉണ്ടായി. പിന്നെ കുറച്ച് നാടൻ പ്രാവുകളുണ്ടായി. അതായത് ഫുൾ വൈറ്റ് പ്രാവുകൾ, അങ്ങനത്തെ പ്രാവുകളൊക്കെ ഉണ്ടായി. ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ച പ്രാവ് കാണിച്ചു തരാം. ആ പ്രാവ് ഫുൾ ചോക്ലേറ്റ് പ്രാവാണ്. നല്ല കൊത്തുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ കൈക്കിട്ട് കൊത്തുന്നത്. ഈ പ്രാവ് ഈ ബൂട്ടുണ്ട്, കാലിൽ സോക്സ് ഉണ്ട്, പിന്നെ തലയിലൊരു ക്യാപ്പ് തന്നെ ഉണ്ട്. ഫുൾ ചോക്ലേറ്റ്. ഇതാണ് ഗൈസ് ആ പ്രാവ്. നല്ല കൊത്തുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തൊരു ഈ പ്രാവിൻ്റെ കുഞ്ഞ്, ഈ പ്രാവ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്. എഗ് ചെയ്തിരിക്കുന്ന പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ഗൈസ് ഈ ഒരു പ്രാവ് കണ്ടോ, ഈ ഒരു പ്രാവാണ് നാടൻ പ്രാവ്. ഈ ഒരു പ്രാവാണ് നാടൻ പ്രാവ്. ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട് ഗൈസ് മേത്ത്. പിന്നെ ഇതാണ് നമ്മുടെ ആ ചോക്ലേറ്റ് പ്രാവിൻ്റെ കുഞ്ഞ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ചോക്ലേറ്റ് പ്രാവിൻ്റെ കുഞ്ഞ്. ക്യാപ്പുണ്ട്, ബൂട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ചില സമയത്ത് ഇവിടെ തൂവലുകൾ കൊഴിഞ്ഞു പോകും ഗൈസ്. അതുകൊണ്ടാണ് ഈ കാലിലെ സോക്സൊക്കെ കുറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ നമ്മളെ സാധാ പ്രാവ്. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു വൈറ്റ് കളർ അത് മാത്രമേ ഉള്ളൂ. ബൂട്ടൊന്നുമില്ല, ക്യാപ്പുമില്ല ഗൈസ്. നമ്മൾ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണതാണ് ഗൈസ്. അങ്ങനെ നമ്മളെ കൂടി അപ്പം മതി. ഈ കൂട്ടിലെ മാറ്റാണ് ഗൈസ് നമ്മൾ ഇവിടെ എടുത്തിട്ടേക്കണം. അങ്ങനെ നമ്മൾ ഇനി ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ പോകണതാണ് നമ്മുടെ കൂടുകളൊക്കെ. ഈ കൂടുകളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അടിയിലും കൂടുകളുണ്ട് കേട്ടോ ഗൈസ്. വേണ്ടോ, അടിയിലും കൂടുകളുണ്ടായി. മേളിൽ ഫുള്ള് ഫാൻസി പ്രാവിനെയും അടിയിൽ ഫുള്ള് ഈ നാടൻ പ്രാവുകളെയാണ് ഇട്ടേച്ചത്. ഫാൻസി പ്രാവുകളെ നമ്മൾ പെയറായിട്ട് ഇങ്ങനെ ഇടും, നാടൻ പ്രാവുകളെ മിക്സാക്കി ഇടും. ഇപ്പോൾ ഒരു കൂട്ടിലൊരു 4 എണ്ണം അങ്ങനെയൊക്കെ എടുത്തിടും. അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണതാണ് ഗൈസ് നമ്മളെ പ്രാവും കൂടി. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്യണം. പിന്നെ അതെ ഈ കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.